മലപ്പുറം തിരൂരിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് കരുതിയ പൊന്മുണ്ടം ബൈപ്പാസ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 1.5 വർഷം മുൻപ് തുടങ്ങിയ ദേശീയപാതയുടെ പണി മിന്നൽ വേഗത്തിൽ നടക്കുമ്പോൾ പണി തുടങ്ങി 10 കൊല്ലം കഴിഞ്ഞിട്ടും നാടിന് തന്നെ നാണക്കേടായി നിർമ്മാണം പൂർത്തിയാവാതെ പാതവഴിയിൽ കിടക്കുകയാണ്. തിരൂരിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ചമ്രവട്ടത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്നതിനുള്ള ഏറ്റവും എളുപ്പവഴിയാണിത്. പണി തുടങ്ങുമ്പോൾ മുതൽ തടസ്സങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പ്രധാന തടസ്സമുണ്ടായിരുന്നത് റെയിൽവേ മേൽപ്പാലമാണ്. അതിന്റെ പണി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുബന്ധ റോഡിന് സ്ഥലം വിട്ടുകിട്ടിയില്ല. അങ്ങനെ നിർമ്മാണം നിലച്ചു. വൈകാതെ സ്ഥലമേറ്റെടുപ്പും പൂർത്തിയാക്കി. അടുത്ത തടസ്സം ഖജനാവിൽ പണമില്ല എന്നതായിരുന്നു. കഴിഞ്ഞ വർഷം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 കോടി രൂപ അനുവദിച്ചു. 1 വർഷം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു പുരോഗതിയുമില്ല. യാത്രക്കാരുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. വെള്ളം പോകുന്നതിനുള്ള ഓവുചാൽ വഴിയാണ് ഇരുചക്രവാഹനക്കാർ യാത്ര ചെയ്യുന്നത്. മഴ പെയ്താൽ ഈ വഴിയും അടയും. 4 ഘട്ടങ്ങളായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ 1ഉം 4ഉം റീച്ചുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. 2ഉം 3ഉം റീച്ചുകളിലായി 350 മീറ്റർ പാലം പണിയാണ് ഇനി തീരാനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ് ഇടക്കാലത്ത് പദ്ധതി തടസ്സമായതെന്നാണ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പും ചട്ടങ്ങളുടെ കാലാവധിയും കഴിഞ്ഞു. ഇനിയെങ്കിലും പണി തുടങ്ങുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ്റെ മുന്നേ പറഞ്ഞത് മോഡി ഗവൺമെൻറ് ബോർഡൊക്കെ വെച്ചിരുന്നു. ബോർഡ് നമ്മൾ സാക്ഷാത്കരിക്കപ്പെട്ട സ്ഥലം റോഡ് ഇതാ വരുന്നുകൊണ്ട് MLA വെച്ചു, BJP-ക്കാർ വെച്ചു, മാർക്സിസ്റ്റുകാർ വെച്ചു, ഇവരൊക്കെ ബോർഡ് വെച്ചിരുന്നു. ഈ ബോർഡല്ലാണ്ട് യാതൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒന്നും വേണ്ട, ഇത് മണ്ണിട്ടൊന്നും തൂർക്കണ്ട. ഇവിടുന്ന് ഒരു ഫ്ലൈ ഓവർ പോലെ അപ്പുറത്തേക്ക് ഈ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് 7 റോഡിൽ ഇതുണ്ടല്ലോ 7 റോഡ്, അവിടേക്ക് ഒരു ഡ്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്ന് കൊടുത്താൽ മണ്ണിട്ട് തൂർക്കും വേണ്ട, ഒന്നും വേണ്ട. ഇവിടുന്നുള്ള ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് മുത്തൂർ, ഏഴൂർ, തിരൂർ, പുല്ലൂർ അറ്റ്ലീസ്റ്റ് രോഗികൾക്ക് ഇപ്പോൾ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഈ നെക്സ്റ്റും കൂടി വന്ന് ഇതും കൂടി വന്നാൽ എന്താണ്, നമ്മളെ ലുലു മാളും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം തന്നെ മണിക്കൂറുകളോളം ഇതാണ്. അപ്പോൾ ഇത് ചെയ്താൽ മതി. പരാതി പറഞ്ഞും പ്രതിഷേധിച്ചും മടുത്ത അവസ്ഥയിലാണിവർ. നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ബൈപ്പാസ് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, മലപ്പുറം.